ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസമിൽ നിന്ന് കേൾക്കുന്നത് ജനാധിപത്യത്തെ ലജ്ജിപ്പിക്കുന്ന ചില വാർത്തകളാണ്. കഴിഞ്ഞ വർഷം അവിടെ നടന്ന വ്യാപകമായ കുടിയൊഴിപ്പിക്കലുകൾ നമ്മൾ കണ്ടതാണ്. ആയിരക്കണക്കിന് മനുഷ്യർ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അതിലും ഭയാനകമാണ്. വീട് നഷ്ടപ്പെട്ട ഈ മനുഷ്യരുടെ വോട്ടവകാശവും ഇപ്പോൾ വ്യവസ്ഥാപിതമായി ഇല്ലാതാക്കപ്പെടുകയാണ്. ദി ക്വീൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അസമിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട മുസ്ലിമുകളിൽ ഭൂരിഭാഗത്തിനും സാധിക്കില്ല. അസമിലെ ഗോലാഘട്ട് ജില്ലയിലെ റാണ നഗർ, മധുപൂർ തുടങ്ങിയ ഗ്രാമങ്ങളിലെ അവസ്ഥ നോക്കാം. ഇവിടെ കാലങ്ങളായി താമസിച്ചിരുന്നവർക്ക് കഴിഞ്ഞ ഓഗസ്റ്റിൽ വീടുകൾ നഷ്ടമായി. കുടിയൊഴിപ്പിക്കപ്പെട്ടവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. ഇതിനുശേഷം വോട്ടർ പട്ടികയിൽ പേര് മാറ്റാനോ പുതിയ വിലാസത്തിൽ പേര് ചേർക്കാനോ ഇവർ ശ്രമിച്ചപ്പോഴാണ് ചതി തിരിച്ചറിഞ്ഞത്. ആസിഫ് എന്ന വ്യക്തിയുടെ അനുഭവം പറയുന്നത്, അദ്ദേഹം തന്റെ കുടുംബത്തിലെ വിലാസം മാറ്റാൻ ഫോം ഇട്ട് സമർപ്പിച്ചപ്പോൾ അത് നിരസിക്കപ്പെട്ടു. കാരണം അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഭരണകക്ഷിയായ BJPയുടെ പ്രാദേശിക പ്രവർത്തകർ ഇവർക്കെതിരെ ഫോം 7 നൽകിയെന്നാണ്. ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ കൃത്യമായി പരിശോധന നടത്തുന്നതിന് മുമ്പേ വോട്ടർ പട്ടികയിൽ നിന്ന് ഇവരുടെ പേരുകൾ അപ്രത്യക്ഷമായി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കുടിയൊഴിപ്പിക്കപ്പെട്ട മുസ്ലിം കുടുംബങ്ങളിലെ പകുതിയിലധികം പേർക്കും വോട്ടർ ID ലഭിക്കുന്നതിനായുള്ള ഫോം 6 നിരസിക്കപ്പെട്ടു. ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കിയിട്ടും നടപടിയുണ്ടായില്ല. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു പ്രസ്താവന ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. ജനുവരിയിൽ അദ്ദേഹം പറഞ്ഞത്, വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ഏകദേശം 4-5 ലക്ഷം മിയ വോട്ടുകൾ നീക്കം ചെയ്യേണ്ടി വരുമെന്നാണ്. ഇതിനൊപ്പം നടന്ന മണ്ഡല പുനർനിർണയവും മുസ്ലിം വിഭാഗങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ആക്ഷേപമുണ്ട്. ഓൾ അസം മൈനോറിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൽ മറ്റൊരു അപകടം കൂടിയുണ്ട്. കുടിയൊഴിപ്പിക്കപ്പെട്ട ചിലർക്ക് പുതിയ വോട്ടർ ID നൽകുന്നുണ്ട്. പക്ഷേ ആ പഴയ ID മാറ്റുന്നതിന് പകരം പുതിയ ID നൽകുമ്പോൾ ഭാവിയിൽ അത് ചോദ്യം ചെയ്യപ്പെടാം. നിങ്ങൾ മുമ്പ് എവിടെയായിരുന്നു, നിങ്ങളുടെ 18-ാം വയസ്സിലെ വോട്ട് എവിടെ എന്നിങ്ങനെ ചോദിച്ച് അവരെ ബംഗ്ലാദേശികളായി മുദ്രകുത്താനുള്ള തന്ത്രമാണിതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ഭയപ്പെടുന്നു. വീട് നഷ്ടപ്പെട്ടത് തന്നെ വലിയ ദുരന്തമായിരുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം സർക്കാർ പണിതു നൽകിയ വീടുകൾ വരെ അനധികൃത കയ്യേറ്റമെന്ന് പറഞ്ഞ് ആസാമിൽ പൊളിച്ചു നീക്കി. ഹിന്ദു ആദിവാസി ഗ്രാമങ്ങൾക്കിടയിൽ നിന്ന് തിരഞ്ഞുപിടിച്ച് മുസ്ലിം വീടുകൾ മാത്രം തകർക്കപ്പെട്ടു എന്നാണ് ഇവിടുത്തെ താമസക്കാർ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്ന മൗലികാവകാശമാണ് വോട്ടവകാശം. എന്നാൽ അസമിൽ അത് വെറുമൊരു രാഷ്ട്രീയ ആയുധമായി മാറുകയാണ്. കുടിയൊഴിപ്പിക്കപ്പെട്ടവരും ഭവനരഹിതരുമായ ഒരു ജനതയെ വോട്ടർ പട്ടികയിൽ നിന്ന് കൂടി പുറത്താക്കുമ്പോൾ അവർ സ്വന്തം രാജ്യത്ത് അദൃശ്യരായി മാറുകയാണ്.